നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര, ഓം വിഘ്നേശ്വര, ഓം പാർവതിയമ്മേ ഭഗവതിയെ നമോ നമഃ, സുബ്രഹ്മണ്യ സ്വാമിയെ നമോ നമഃ, അയ്യപ്പ സ്വാമിയെ ശനിദേവായ നമോ നമഃ, ഓം കാളികാളിയമ്മേ ഭഗവതിയെ അന്നപൂർണേശ്വരി ദേവിയെ നമോ നമഃ, ഓം ദുർഗാദേവിയെ നമോ നമഃ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 114 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ലാഭദൃഷ്ടി യോഗത്തെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. ലാഭദൃഷ്ടി യോഗം ഇതിനു മുൻപൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും അധിക സമയം നിൽക്കാതെ ഗ്രഹ വ്യവസ്ഥകൾ അകന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോഴുണ്ടാകാൻ പോകുന്നത് 2026 മെയ് മാസം ആദ്യത്തെ ആഴ്ചയുണ്ടാകുന്ന ലാഭദൃഷ്ടി യോഗം ഒരു വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുകയാണ്. 4 രാശിക്കാർക്ക് സ്വപ്ന തുല്യമായിരിക്കുന്ന ജീവിത വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തിക നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ജീവിതത്തിൻ്റെ എല്ലാ വിശേഷകരമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായാലും ഉയർച്ചയാണ് ഈ 4 രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. 2026 മെയ് മാസത്തിൻ്റെ ആദ്യ ആഴ്ച ശനിയും ശുക്രനും ഒന്നിച്ച് ദൃഷ്ടിപരമായ അടുപ്പം ഉണ്ടാവുകയാണ്. ആ ദൃഷ്ടിപരമായ അടുപ്പത്തിലൂടെ സംജാതമാകുന്ന യോഗമാണ് ലാഭദൃഷ്ടി യോഗം എന്ന് പറയുന്നത്. ലാഭദൃഷ്ടി യോഗം സാമ്പത്തികമായും ഭൗതികമായും വളരെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ശനി കർമ്മത്തെയും ശുക്രൻ സാമ്പത്തികമായ വ്യവസ്ഥയെയും സൃഷ്ടിച്ചുകൊണ്ടാണ് ലാഭദൃഷ്ടി യോഗം വന്നു ചേരാൻ പോകുന്നത്. കഠിനമായ അധ്വാനത്തിന് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന 2026 മെയ് മാസത്തെ ആദ്യത്തെ ആഴ്ച ഉണ്ടാകുന്ന ലാഭദൃഷ്ടി യോഗത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. തീർച്ചയായും ആ ഭാഗ്യത്തിലൂടെ 4 രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വളരെ ഭാഗ്യദായകമായ ജീവൽ പശ്ചാത്തലം ഉണ്ടാകാൻ പോവുകയാണ്. ഏതൊക്കെ രാശിക്കാർക്കാണ്, ഏതൊക്കെ നക്ഷത്ര ജാതർക്കാണ് ലാഭദൃഷ്ടി യോഗത്തിൻ്റെ ഭാഗ്യമുണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി തുടങ്ങിയ നക്ഷത്ര ജാതരിൽ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവവേദ്യതയാണ് ലാഭദൃഷ്ടി യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. രാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് തൊഴിലിൽ വലിയ ഉയർച്ചയും സാമ്പത്തികമായ ലാഭവും വന്നു ചേരുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് ഈ രാശിക്കാർക്ക് വളരെയധികം ഗംഭീരമായി സാധിക്കുമെന്നുള്ളതും പറയേണ്ടതായ കാര്യമാണ്. അടുത്തത് മിഥുനം രാശിക്കാരായ നക്ഷത്ര ജാതരാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശിക്കാരാണ് ലാഭദൃഷ്ടി യോഗത്തിൻ്റെ അനുഗ്രഹത്തിൽ വന്നു ചേരുന്നത്. ഭാഗ്യസ്ഥാനത്തുള്ള ഗ്രഹസ്വാധീനം അപ്രതീക്ഷിതമായ ധനലാഭമാണ് ഈ രാശിക്കാർക്ക് വരുത്തുന്നത്. വിദേശ യാത്രയ്ക്കോ വിദേശത്തു നിന്നുള്ള ധനം വന്നു ചേരുന്നതിനോ വലിയ ഭാഗ്യം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്.
മിഥുനം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വളരെ വലിയ ഭാഗ്യദായകമായ അനുഭവമാണ് വരാൻ പോകുന്നത്. അടുത്തത് കന്നിരാശിയാണ്. ഉത്തരം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. ബാങ്കിങ്, IT മേഖല, അധ്യാപനം തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കീർത്തിയും കീർത്തിമുദ്രയും സാമ്പത്തിക ലാഭവും സമ്മാന അർഹമായിരിക്കുന്ന ജീവിത വ്യവസ്ഥകളും വന്നു ചേരാൻ പോവുകയാണ്. ലാഭദൃഷ്ടി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ വന്നു ചേരുന്നത്. 114 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഭാഗ്യദായകമായ ഒരു അനുഭവം ഈ രാശിക്കാർക്ക് വരുന്നത്. അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ വരുമാനം വർദ്ധിക്കും. കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ വളരെയധികം ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും. അടുത്തത് കുംഭം രാശി നക്ഷത്ര ജാതർക്കാണ് ലാഭദൃഷ്ടി യോഗത്തിൻ്റെ ഭാഗ്യം വരുന്നത്. അവിട്ടം പകുതി ചതയം പൂരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി. രാശ്യാധിപനായിരിക്കുന്ന ശനി വളരെ ബലവാനായി നിൽക്കുന്നു. അതിനാൽ ദീർഘകാലങ്ങളായിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് പരിപൂർണത വരികയും ആ നിക്ഷേപങ്ങളുടെ വലിയ തുക ഈ രാശിക്കാരുടേതായിരിക്കുന്ന കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. കുംഭം രാശിക്കാരുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. വിചാരിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ വലിയ തുക ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത്. ലാഭദൃഷ്ടി യോഗത്തിൻ്റെ അനുഗ്രഹമാണ് ഇതിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കടബാധ്യതകൾ തീർക്കുന്നതിന് കുംഭം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് സാധ്യമാകും. ജീവിതത്തിൽ വലിയ സന്തോഷവും അതുപോലെ തന്നെ ആഹ്ലാദവും ഇത്രനാൾ അനുഭവിക്കാത്ത സുഖ സന്തോഷങ്ങളുമൊക്കെ കുംഭം രാശിക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഈ പറഞ്ഞ 4 രാശിക്കാർക്കും ആ രാശിയിൽ പിറന്ന നക്ഷത്ര ജാതർക്കും ലാഭദൃഷ്ടി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വരുമാന വർധനവും സാമ്പത്തിക വർധനവും സമൃദ്ധി വർധനവുമാണ് ഉണ്ടാകാൻ പോകുന്നത്. ലാഭദൃഷ്ടി യോഗത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് മുടങ്ങിക്കിടന്ന ശമ്പള കുടിശ്ശികയോ ബിസിനസ് കുടിശ്ശികയോ എന്തും പൂർണ്ണമായും കൈകളിൽ എത്തിച്ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ വരുമാനത്തിൽ ഒരു സ്ഥിരത വന്നു ചേരും. ശനിയുടെ അനുഗ്രഹത്താൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും ശുക്രന്റെ സ്വാധീനത്താൽ ജോലി സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആഹ്ലാദ നിമിഷങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ സ്വാധീന ശക്തികളിൽ നിന്ന് സൗഹൃദം വളരെ വലുതാകുന്ന സമയമാണ്. വളരെ സ്വാധീനപരമായിരിക്കുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന വലിയ വ്യക്താക്കളുമായിട്ട് വലിയ ഉദ്യോഗസ്ഥരുമായിട്ട് നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. ആ ഉദ്യോഗസ്ഥരാകുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ജീവിതത്തിൻ്റെ വലിയ ആഹ്ലാദകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ചില പ്രത്യേക സന്തോഷങ്ങളുണ്ടാകും. അത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് തൊഴിൽപരമോ സാമ്പത്തികപരമോ ആയ സഹായങ്ങൾ ഉറപ്പായും ലഭിക്കും. വീട് പുതുക്കിപ്പണിയാനോ അതുപോലെ തന്നെ വില കൂടിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനോ ദാമ്പത്യപരമായ സന്തോഷത്തിനോ ഏറ്റവും നല്ല അവസരമായി ലാഭദൃഷ്ടി യോഗം വന്നു ചേരുക തന്നെ ചെയ്യും. ഈ 4 രാശി നക്ഷത്ര ജാതർക്ക് പൂർണ്ണമായും ജീവിത സുഖം അനുഭവിക്കുവാനുള്ള ഭാഗ്യമാണ് വരുന്നത്. ശുക്രപ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, മഹാലക്ഷ്മി ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശനിയുടെ ദൃഷ്ടിയുള്ളതിനാൽ ശനിയാഴ്ചകളിൽ നീരാജനവും എള്ളുപായസവും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശാസ്താവിന് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശാസ്താ ഭജനങ്ങൾ രാവിലെയും വൈകിട്ടും വീട്ടിൽ നിന്ന് ഉച്ചരിക്കുന്നതും വലിയ ഭാഗ്യദായകമായിരിക്കും. പാവപ്പെട്ടവർക്കോ അവശത അനുഭവിക്കുന്നവർക്കോ ശനിയാഴ്ചകളിൽ ആഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുന്നതും ലാഭദൃഷ്ടി യോഗത്തിൻ്റെ അനുഗ്രഹം വളരെ ശക്തമായി ലഭിക്കുന്നതിന് പാത്രീഭൂതമാകും. ഓം ശുക്രായ നമ എന്നുള്ള മന്ത്രം ശുക്രദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അതായത് സന്ധ്യാനേരവും 108 പ്രാവശ്യം ജപിക്കുക. ഓം ശനീശ്വരായ നമ എന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 108 തവണ ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ വെള്ള വസ്ത്രവും ശനിയാഴ്ചകളിൽ നീല വസ്ത്രവും ധരിക്കുക, ഭാഗ്യദായകമാണ്. തീർച്ചയായും ഈ 4 രാശിക്കാർക്കും ആ രാശി നക്ഷത്ര ജാതർക്കും
ലാഭദൃഷ്ടി യോഗത്തിൻ്റെ പൂർണ്ണ ഭാഗ്യം ലഭിച്ച് സൗഭാഗ്യകരമായ ജീവിതത്തിനുള്ള വലിയ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.